ഹലോ എവരി വൺ, വെൽക്കം ടു AZB അക്കാഡമി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ PSC ഒരു 1-2 വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് മോഡേൺ ഹിസ്റ്ററിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് വെറുതെ എങ്ങനെ കാണുന്നതല്ല, ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്കൊരു ടാക്ടിക്കൽ രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും അതും കൂടെ നമ്മൾ നോക്കും. അതായത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസിലേക്ക് അല്ലെങ്കിൽ അതിലെ ശരി ഉത്തരത്തിലേക്ക് എങ്ങനെ പോകാൻ പറ്റും. അതായത് റീസെൻ്റ് ആയിട്ടുള്ള ഈ PSCയുടെ ട്രെൻഡ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് മൊത്തം കണ്ടന്റ് അറിയേണ്ട കാര്യമില്ല, കുറച്ച് ലോജിക് ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, താഴെ പറയുന്നതിൽ കാലഗണന പ്രകാരം എഴുതുക. അതായത് ഒന്ന് അറേഞ്ച് ചെയ്യുക. ആദ്യം പറയുന്നത് റൗലത്ത് ആക്ട് ആണ്, രണ്ടാമത് പൂന ഉടമ്പടി, മൂന്നാമത് ബംഗാൾ വിഭജനം, നാലാമത് ലക്നൗ ഉടമ്പടി. അപ്പം ഇതിന്റെ കണ്ടന്റ്സ് പറയുന്നതിന് മുമ്പായിട്ട് ഇപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കണ്ടന്റ് അറിയത്തില്ലെങ്കിലും നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊരു ഐഡിയ ഞാൻ പറയാം. ഇതിൽ നമ്മൾ ഇപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ഹിസ്റ്ററിനെ കുറിച്ചൊരു ധാരണ ഇല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് റൗലത്ത് ആക്ട് അവിടെ നിൽക്കട്ടെ, പൂന ഉടമ്പടി അവിടെ നിൽക്കട്ടെ, പക്ഷെ ബംഗാൾ വിഭജനം നമുക്കറിയാം. ഇപ്പം നമുക്ക് ഹിസ്റ്ററിയിൽ കുറച്ചെങ്കിലും ഏതെങ്കിലും ബുക്ക് ചുമ്മാ അങ്ങ് തുറന്നു നോക്കിയാൽ നമ്മളെ കണ്ണിൽ ആദ്യം പെടുന്ന സാധനമായിരിക്കും ബംഗാൾ വിഭജനം, അല്ലെ? അപ്പം എന്തായാലും അത് മാത്രമല്ല, നമ്മളുടെ ഈ ഒരു നാഷണലിസത്തിന് ഏറ്റവും തുടക്കം എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന ബംഗാൾ വിഭജനമാണ്. അതായത് 1905 ലോർഡ് കേഴ്സൺ കൊണ്ടുവന്ന ഈ ബംഗാൾ വിഭജനമാണ് എന്തെന്ന് പറയുന്നത് തുടക്കം. അവിടെ നിന്നാണ് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും പൊട്ടി പുറപ്പെട്ടത്, അല്ലെ? അപ്പം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പിന്നീട് വന്നേ നമുക്ക് ഊഹിക്കാം, അല്ലെങ്കിൽ പിന്നെ വന്നിട്ടുള്ള ആക്ടുകളും കാര്യങ്ങളും എല്ലാം ഇതിന്റെ ഉത്ഭവത്തിലായിരിക്കുമല്ലോ. അപ്പോൾ മൂന്നായിരിക്കും ആദ്യം സംഭവിച്ചിരിക്കാൻ സാധ്യത കൂടുതൽ, അല്ലെ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൂന്ന് ആദ്യം വരുന്ന ഓപ്ഷൻസ് നോക്കാം. മൂന്ന് ആദ്യം വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. പക്ഷെ നമുക്ക് അത് വെച്ച് മാത്രം പറയാൻ പറ്റത്തില്ല. ഇത് നമ്മളെ രണ്ടാമത്തെ ഇതാണ്. ബിക്കോസ് ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടന്റ് നമുക്കിത് പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ അറിയാം. 1905 എന്ന് അറിയാവുന്ന ആൾക്കാർക്കും ഇത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു രീതിയിലും ചിന്തിക്കാം. ബംഗാൾ വിഭജനം എന്തായാലും ആദ്യമായിരിക്കും നടക്കുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് ബംഗാളിൽ നിന്നാണല്ലോ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഈ പറയുന്ന മൂവ്മെന്റുകളും പ്രസ്ഥാനങ്ങളും ഒക്കെ തുടങ്ങിയത്. ബംഗാളാണല്ലോ അതിന്റെ ഒരു ഹൃദയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അപ്പൊ അതിനുശേഷം വരുന്നത് ലക്നോ പാക്ട് ആണ്. ലക്നോ പാക്ട് കാര്യം സംഭവിക്കുന്നത് 1916 ലക്നോ ഉടമ്പടി എന്ന് പറയുന്നത്, ലക്നോ പാക്ട് എന്ന് പറയുന്നത് INCയിൽ ലക്നൌവിൽ സെഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മിതവാദികളും തീവ്രവാദികളും അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് മോട്ടറേഴ്സ് എന്ന് പറയും. അപ്പൊ ഈ മിതവാദികളും തീവ്രവാദികളും ഇതിനു മുമ്പുള്ള INC സെഷൻസിൽ, അതായത് 1907 ഒരു സൂറത്ത് സ്പ്ലിറ്റ് ഉണ്ട്. അപ്പം അതില് മീറ്റിങ്ങിൽ രണ്ടുപേരും വേർപെട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വേർതിരിഞ്ഞ് പോകുന്നുണ്ട്. അതിനുശേഷം അവർ തിരിച്ച് ഒന്നിക്കുന്ന ഒരു സെഷനാണ് എന്തെന്ന് പറയുന്നത് 1916 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും PSC ഈ ഒരു ലക്നോ പാക്ടിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് മാത്രമല്ല, 1916 ശേഷം INCയോടൊപ്പം മുസ്ലിം ലീഗും കൂടെ ചേർന്ന് ഇനി ഈ ഒരു സ്വരാജ് അല്ലെങ്കിൽ സെൽഫ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ച ഒരു ലക്നോ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു ഉടമ്പടിയും കൂടി ആയിരുന്നു എന്തെന്ന് പറയുന്നത് ലക്നോ പാക്ട്. അപ്പൊ അതിന് അങ്ങനെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓക്കെ, അപ്പം രണ്ടാമത് സംഭവിച്ച സംഭവം എന്താണ്, ലക്നോ ഉടമ്പടിയാണ് 1916. അപ്പം രണ്ടാമത്തെ ഓപ്ഷൻ 4. ഓക്കെ, അപ്പൊ നമ്മൾ ഉത്തരത്തിലേക്ക് നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞോ. എന്നാലും നമുക്ക് നോക്കാം. പിന്നെ ഒന്നാമത് കിടക്കുന്ന റൗലത്ത് ആക്ട് ആണ് പിന്നെ സംഭവിച്ചത്. റൗലത്ത് ആക്ട് എന്ന് പറയുന്നത് 1919 സംഭവിക്കുന്നത്. ഓക്കെ, റൗലത്ത് ആക്ട് എന്ന് പറയുന്നത് 1919 അത് ജാലിയൻവാല ബാഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൗലത്ത് ആക്ട് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പിന്നെ ഏറ്റവും അവസാനം സംഭവിച്ചതാണ് പൂന ഉടമ്പടി എന്ന് പറയുന്നത്. 1930s എന്ത് സംഭവിക്കുന്നത്, പൂന ഉടമ്പടി സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് തന്നെ ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞു, ഇപ്പം 3 കാര്യങ്ങൾ അറിയേണ്ട കാര്യമില്ല. നമുക്ക് ബംഗാൾ വിഭജനത്തെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് PSCയുടെ ഓപ്ഷൻ ഫ്രെയിമിംഗ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ സ്മാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. 3 കണ്ടന്റ്സിനെയും കറക്റ്റായിട്ട് വർഷം നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം പിന്നെയും കണ്ടോ, ബംഗാൾ വിഭജനം. അപ്പൊ ഇതാണ് ട്രെൻഡ്, കണ്ടല്ലേ? ബംഗാൾ വിഭജനം ഇവിടെ ഒരു ഓപ്ഷൻസിൽ വന്നു. അടുത്ത തവണ PSC ചോദിച്ചത് കണ്ടില്ലേ, ബംഗാൾ വിഭജനം എടുത്തു വെച്ചിട്ട് സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ അവർ ഫ്രെയിം ചെയ്തു. അപ്പം ഈ ഓപ്ഷൻസ് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഹിസ്റ്ററി കവർ ആവും. അപ്പം ഹിസ്റ്ററി മൊത്തം ഫുൾ അങ്ങനെ കവർ ചെയ്യേണ്ട കാര്യമില്ല. PYQസിലെ ടോപ്പിക്സ് പിക്കപ്പ് ചെയ്ത് വായിച്ചാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് സുഖമായിട്ട് കിട്ടും. ഒന്നാമത്തെ നോക്ക്, ബംഗാൾ പ്രവിശ്യനെ വിഭജിക്കാനുള്ള ഉത്തരവ് കേഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പാട്രീഷൻ ഓഫ് ബംഗാളിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു കേഴ്സൺ പ്രഭു ആണ് 1905 എന്ത് കൊണ്ടുവരുന്നത്, ഇത് ബംഗാൾ വിഭജനത്തിന്റെ ഒരു വിഭജിക്കാനുള്ള തീരുമാനം കൊണ്ടുവരുന്നത്. ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു, അല്ലെ? കാര്യം ദേശീയത ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് തടയിടണം. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത്, ഈ പറയുന്ന ബംഗാൾ വിഭജനം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ശരിയായിട്ട് എടുക്കാം. അപ്പൊ ഒന്നാമത്തെ ശരിയാണ്, രണ്ടാമത്തെ ശരിയാണ്. കാര്യം അത് നമുക്ക് ആ ഒരു ലോജിക്കലി ചിന്തിക്കുമ്പോൾ കിട്ടുമല്ലോ. മൂന്നാമതായിട്ട്, മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി അതിനെ ദേശീയവാദികൾ കണ്ടില്ല. അപ്പൊ ദേശീയവാദികൾ എന്ന് പറയുന്നത് എന്താണ്, മോഡറേറ്റ്സ് ആണ്. അതായത് ദാദാഭായ് നറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെയൊക്കെയാണ് ദേശീയവാദികൾ. ദേശീയവാദികളും ഉണ്ട്, മിതവാദികളും ഉണ്ട്. മിതവാദികൾ ഉൾപ്പെടുന്ന ആൾക്കാരാണ്
ബാലഗംഗാധർ തിലക് അല്ലെങ്കിൽ നമ്മുടെ ലജ്പത് റായ്, ഓക്കെ, ബിപിൻ ചന്ദ്രപാൽ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ഈ തീവ്രവാദികൾ ഉൾപ്പെടുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ തീവ്രവാദികൾ മിതവാദികൾ ഉൾപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ ദേശീയവാദികൾ എന്ന് പറയുന്നത് എന്താണ്, ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്നതാണ്. അപ്പം ഇവർ അതിനെ അങ്ങനെ കണ്ടില്ലെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. കാര്യം നമുക്കറിയാവുന്നില്ല തുടങ്ങുമ്പോൾ തന്നെ, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കാം, ഇത് അറിയേണ്ട കാര്യമില്ല. കാര്യം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇത് ഇന്ത്യനെ വിഭജിക്കാനുള്ള പരിപാടിയാണെന്നുള്ളത്. കാര്യം അവർ പറഞ്ഞത് പോപ്പുലേഷൻ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് ഭരിക്കാൻ വയ്യ, അതുകൊണ്ട് നിങ്ങൾ ഭിന്നിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥ കാരണം നമുക്ക് അറിയായിരുന്നു അല്ലെ. അപ്പൊ അത് നമുക്ക് തെറ്റായിട്ട് എടുക്കാം. അപ്പൊ 3 തെറ്റാണ്. 3 തെറ്റാകുമ്പോൾ തന്നെ എന്തോ സി പോവും, ഡി പോവും, പിന്നെ എല്ലാം ശരിയാണ് നമുക്കത് വരുത്തുമല്ലോ. അപ്പൊ ഓപ്ഷൻ ബിയിലേക്ക് പോകും ഉത്തരം. ഓക്കെ, അപ്പൊ ഇങ്ങനെയും ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ഇപ്പം 1, 2 കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം കേസൻ പ്രഭു എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷെ നമുക്ക് ഈ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്കൊരു മിനിമം കോമൺ സെൻസ് ഒക്കെ വെച്ച് നമ്മൾ ചിന്തിച്ച് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, അത് 3 തെറ്റെന്നുള്ള കാര്യം കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലൂടെ പോകാൻ പറ്റും. ഓക്കെ, അടുത്തത് ആത്മീയ സഭ. ആത്മീയ സഭ എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരെന്നാ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ആത്മീയ സഭ എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകൻ അപ്പൊ ആരെന്ന് ചോദിച്ചേക്കുന്നത്, സ്വാമി വിവേകാനന്ദൻ, വീരസലിംഗം, കേശവചന്ദ്രസൻ, രാജാറാം മോഹൻ റോയ്. ഓക്കെ, രാജാറാം മോഹൻ റോയ്. അപ്പോ ഇതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം ഒന്ന്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ആത്മീയ സഭ ആരെന്നറിയാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ ഡി കുത്താം, രാജാറാം മോഹൻ റോയ് ആണ് ശരി ഉത്തരം. പിന്നെ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അതായത് ആത്മീയ സഭ എന്ന പേര് കേൾക്കാൻ നമുക്ക് എന്താ കിട്ടുന്ന, എന്തായാലും ഇപ്പോൾ ഉള്ള സംഭവമൊന്നുമല്ല. അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടമല്ല, എന്തായാലും 1935 അല്ലെങ്കിൽ 1920 ആ ഒരു സമയത്തൊന്നും സംഭവിച്ചായിരിക്കത്തില്ല. എന്തായാലും അതിനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ച് വേറെ നല്ലൊരു പേര് വേണ്ടേ. അപ്പൊ ആത്മീയ എന്നൊക്കെ പറയുമ്പോൾ പണ്ടെന്തോ ഉള്ള സംഭവമല്ലേ. അപ്പൊ പണ്ടുള്ള സംഭവമാണെങ്കിൽ ഏറ്റവും പഴകിയുള്ള ആളായിരിക്കണ്ടേ തുടങ്ങേണ്ടത് അല്ലെ. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും പഴകിയായിട്ട് നമുക്ക് എന്ത് കണ്ടെത്താം, രാജാറാം മോഹൻ റോയ് ആണ്. പിന്നെ രാജാറാം മോഹൻ റോയിന്റെ ഈ സാധനം അറിയത്തില്ലെങ്കിൽ നമുക്കറിയാം, കുറെ വിപ്ലവകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ രാജാറാം മോഹൻ റോയ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, രാംമോഹൻ റോയ് എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പിന്നെ അല്ലാതെ ഇഷ്ടം പോലെ തവണ രാജാറാം മോഹൻ റോയെ കുറിച്ചിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രാജാറാം മോഹൻ റോയ് ഓപ്ഷൻസിൽ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും അതിന്റെ ഉത്തരം രാജാറാം മോഹൻ റോയ് ആയിരിക്കും. അപ്പം നമുക്ക് ഞാൻ പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയത്തില്ല, ആത്മീയ സഭയെ കുറിച്ച് ഒരു ധാരണയില്ലെങ്കിലും നമുക്ക് രാംമോഹൻ റോയിലേക്ക് എത്താനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്തിലേക്ക് പോവാം, ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി വരുന്ന എക്സാംസിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എന്താ പറയില്ലേ, ഇതിൽ 1, 2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്താ പറയുക LDCക്കും ഈ ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഒരു മിഷൻ LDC അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിഷൻ LDC 2027 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നമുക്ക് ഇതേപോലെ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ഡെയിലി സ്റ്റഡി പ്ലാൻ പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് അതിനെ പിക്ക് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പ്ലസ് ഇതേപോലെ തന്നെ മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതായത് ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ ലാസ്റ്റ് ടൈം റിവിഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്, അതിപ്പം പ്ലസ് ടു പ്രിലിംസിലാണെങ്കിൽ ഡിഗ്രി പ്രിലിംസിനൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ PSC ചോദിക്കാൻ താല്പര്യമുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, ഇപ്പം ഏതൊക്കെയാണ്. സോ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു മെന്റർ സപ്പോർട്ടും അല്ലെങ്കിൽ മെന്റർഷിപ്പ് പ്രോഗ്രാംസും ഉണ്ടായിരിക്കും. പിന്നെ അതിന്റെ കൂടെ തന്നെ സ്പെഷ്യൽ റിവിഷൻ സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അധികം ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പ്ലസ് അതിന്റെ കൂടെ തന്നെ യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അതും ഫില്ല് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് എൻക്വയറീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ താഴെ പറയുന്നവൽ ഏതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേന്ദ്രത്തിൽ ഒരു ദ്വിസഭ നിയമനിർമ്മാണത്തിന് നൽകിയിട്ടുള്ളത്? ഓക്കെ, അപ്പം താഴെ പറയുന്നവൽ ഏതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേന്ദ്രത്തിൽ ഒരു ദ്വിസഭ നിയമനിർമ്മാണത്തിന് നൽകിയിട്ടുള്ളത്? അപ്പൊ അതിന്റെ ഉത്തരവ് എന്ന് പറയുന്ന ആക്ട് ഓഫ് 1919 ആണ്. അപ്പൊ ഈ ആക്ട് ഓഫ് 1919 ആക്ട് ഓഫ് 1935 ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണ്. ഓക്കെ, അപ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണ്. അപ്പം ഇതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ എന്താണ്, 1919 ആണ്. അപ്പൊ 1919 എന്ന് പറയുന്നത് നമ്മൾ വേറെ പേര് പറയും, എന്താണ്, മൊണ്ടേഗു കെംസ്ഫോർഡ് റിഫോംസ് എന്നാ പറയാട്ടോ. അതേപോലെ തന്നെ 1909 മോർലി മിൻഡോ റിഫോംസ് എന്ന് പറയും. ഓക്കെ, 1909 മോർലി മിൻഡോ റിഫോംസ് എന്ന് പറയും. അതേപോലെ മൊണ്ടേഗു കെംസ്ഫോർഡ് റിഫോംസിന്
1919 എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് എവിടെയാണ്? 1919ലാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത്, ഓക്കെ, അതിൻ്റെ ഉത്തരം എ ആണ്. അപ്പം ഇതിന് പിന്നെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓക്കെ, അപ്പോൾ ഈ 3 ആക്ടുകളെ കുറിച്ചിട്ട് എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഷോർട്ട് ഏരിയ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് കഴിഞ്ഞ വട്ടമൊക്കെ LD എക്സാംസിനൊക്കെ ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് പല ഫേസിന് പല ജില്ലകൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഏരിയാസ് ഒന്ന് വെൽ പ്രിപ്പയർ ആയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇതിന് ഉത്തരം എ ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. ഓക്കെ, ഓക്കെ, അടുത്തത് 1920 അല്ലെങ്കിൽ 1920 INC സെഷൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകി. എവിടെയാണ് സെഷൻ നടന്നത്? അപ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നാഗ്പൂരാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫാക്ടൽ ക്വസ്റ്റ്യൻ ആണ്. നാഗ്പൂരാണ്. ഓക്കെ, അപ്പോൾ നാഗ്പൂരാണ്. ഓക്കെ, അപ്പോൾ നാഗ്പൂർ 1920 INC. അപ്പം ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വീരരാഘവാചാര്യരാണ്. ഈ സെഷൻ പ്രിസൈഡ് ചെയ്തത് വീരരാഘവാചാര്യരായിരുന്നു. ഓക്കെ, അപ്പം നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ കുറിച്ച് നമുക്ക് അറിയണം. അത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും PSC ചോദിക്കുന്ന ഏരിയ ആണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് എതിരെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അവർ ചെയ്യുന്ന പരിപാടിക്കെതിരെ നിസ്സഹകരണം കാണിക്കുക. അത് മാത്രമല്ല നമുക്ക് വേറൊരു ആശയം കൂടി ഉണ്ടായിരുന്നു. എന്താ? സ്വരാജ് എന്ന ആശയത്തെ ഉന്നിയാണ് നമ്മൾ എന്ത് ചെയ്തത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്ന ആശയം തുടങ്ങിയത്. അത് മാത്രമല്ല ഗാന്ധി ഒരു പോപ്പുലർ ലീഡറായിട്ട് വന്നത് ഏത് സമയത്താണ്? ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സമയത്താണ്. അതായത് ഈ ഒരു 1920ലാണ് അവർ മീറ്റിംഗ് കൂടി തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി മുതൽ നമ്മളൊരു പുതിയൊരു ഐഡിയ വരുന്നുണ്ട്. അതിന്റെ പേരാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 1920 പുതിയൊരു ആശയമായിട്ട് അവർ വരുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്താണ് ഗാന്ധി എന്ത് ചെയ്യുന്നത്? ഒരു എമർജിംഗ് ലീഡറായിട്ട് വരുന്നത് ഈ ഒരു 1920ലാണ്. ഗാന്ധി അതിനു മുമ്പ് ഒരു 1916-15 ഇന്ത്യയിൽ എത്തിയെങ്കിലും ഒരു എമർജിംഗ് ലീഡറായിട്ട് എത്തുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് എത്തിയത് ഏത് സമയത്താണ്? ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ സമയത്താണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചോദിക്കും. പിന്നെ സ്വരാജ് എന്ന് പറയുന്നത് അറിയണം. സ്വരാജ് എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ഗവൺമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും പോയിന്റ്സുകൾ ഇതുമായിട്ട് ബേസ് ചെയ്ത് അറിഞ്ഞിരിക്കണം. പിന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നോക്കണം. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയ ആണ്. അപ്പം ഈ 5 ക്വസ്റ്റ്യൻസും എന്താണ്? റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ്. ബിക്കോസ് ഈ തീം തന്നെ റിപ്പീറ്റ് ചെയ്ത് തന്നെ ഹിസ്റ്ററിയും ചോദിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയാസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് GK എന്ന് മോഡേൺ ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 3 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം 2 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് ഒരു ബുക്ക് റാങ്ക് ഫയൽ എടുത്തിട്ട് മൊത്തം പഠിക്കേണ്ട കാര്യമില്ല. PYQs അനലൈസ് ചെയ്തിട്ട് ഒന്ന് സ്മാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ PSC ട്രെൻഡ് വെച്ചിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.